സജോ തുടരൂ. ഞാൻ ടി വി പ്രസാദിലേക്ക് കൂടി ഇന്ന് പോവുകയാണ്. ടി വി പ്രസാദ്, ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നുള്ള കഴിഞ്ഞ മണിക്കൂറിലെ അറിയിപ്പാണ് നമുക്ക് ലഭിച്ചത്. അതിനുശേഷം മെമ്പർ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ കൂടുതലായി എന്തെങ്കിലും പറയുന്നുണ്ടോ? പ്രത്യേകിച്ചും കപ്പൽ കടലിൽ ഒഴുകി നീങ്ങുന്ന സ്ഥിതിയുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതിനായി നമുക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് പ്രസാദിലേക്ക് എത്താം. സായ്കുമാർ, ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യൻ തീരത്ത് നിന്ന് വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് ഗതി മാറ്റാൻ കപ്പലിന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് 9:30 ഈ ഡിസ്ട്രസ് അലേർട്ട് വന്ന സമയത്ത് തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ പുറത്തേക്ക് തെറിച്ചിട്ടുമുണ്ട്. ആ കണ്ടെയ്നറുകളിൽ സമുദ്രജലവുമായി കടൽ വെള്ളവുമായി കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അപകടമുണ്ടാക്കുന്ന വസ്തുക്കളാണ് എന്നുണ്ടെങ്കിൽ ഇതിനകം തന്നെ ഒരു അപകടത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സമീപത്തുള്ള കപ്പലുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും സുരക്ഷിതമായ അകലം പാലിക്കാൻ പറഞ്ഞതായുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ എന്താണ് ഏറ്റവും ഒടുവിലത്തെ സ്റ്റാറ്റസ് അപ്ഡേറ്റ്? സുജയ, ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കപ്പലിപ്പോൾ ഈ കടലിൽ ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കൂടുതൽ സ്ഫോടനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഉണ്ടായിരുന്നു. ഈ കടലിലേക്ക് തെറിച്ച കണ്ടെയ്നറുകളും കടലിൽ ഒഴുകി നടക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് സമീപത്തുള്ള എല്ലാ കപ്പലുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകുകയും സുരക്ഷിതമായ അകലം പാലിക്കാനും വേഗതയിൽ നിയന്ത്രണം പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായുള്ള കപ്പലുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളൊരു വിവരമാണ്. പക്ഷെ ഇപ്പോഴും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല. കപ്പലിൽ നിന്ന് ഇപ്പോഴും വലിയ രീതിയിൽ പുക ഉയരുന്നു എന്നുള്ളതാണ് ലാസ്റ്റ് വന്നിട്ടുള്ള അപ്ഡേറ്റ്. അതിനുശേഷം എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കോസ്റ്റ് ഗാർഡിൻ്റെ പക്കലിൽ നിന്ന് വരികയും വേണം. അതോടൊപ്പം കപ്പലിലുള്ള വസ്തുക്കൾ എന്താണ്, പൂർണ്ണമായിട്ടും എന്തൊക്കെയാണ് കപ്പലിലുള്ളത് എന്ന് സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ കപ്പൽ അധികൃതരോട് തന്നെ കോസ്റ്റ് ഗാർഡ് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം അതീവ വിഷാംശമുള്ള പല വസ്തുക്കളും ഈ കപ്പലിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ സ്ഥിരീകരണവും വന്നിരിക്കുന്നു. അത് കടലിൽ പതിച്ചു കഴിഞ്ഞാൽ വീണ്ടും വലിയ രീതിയിൽ ദോഷകരമായിട്ടുള്ള ഒട്ടേറെ രാസവസ്തുക്കൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. നിലവിൽ MV അംബാര, MV1 മാർവൽ എന്നീ കപ്പലുകൾക്ക് അലേർട്ട് നൽകി അവരെ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. ഏകദേശം 6ഓളം കപ്പലുകൾ നിലവിൽ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. 18 പേരെ ഇതിനോടകം രക്ഷപ്പെടുത്തി. പക്ഷേ ആശങ്കപ്പെടുത്തുന്ന കാര്യം 4 ജീവനക്കാരെ ഇപ്പോഴും കാണാതായി എന്നുള്ളതാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചു എന്ന ആശങ്കയുണ്ട്. അവർ ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് അത് അണയ്ക്കാൻ പരിശ്രമിച്ച ആളുകളാണ്. ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകൾ പിന്നെയും അവിടെ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. നിലവിൽ ഈ പരിക്ക് പറ്റിയ രക്ഷപ്പെട്ട ആളുകളെ എങ്ങോട്ടേക്ക് എത്തിക്കും എന്നത് സംബന്ധിച്ചാണ് ഇനി നമുക്ക് ഈ തുറമുഖങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ബേപ്പൂരിൽ നിന്നടക്കം വിവരങ്ങൾ വരേണ്ടത്. അവർക്കൊരു അലേർട്ട് കൊടുത്തിട്ടുണ്ട്, തയ്യാറായിരിക്കാൻ. ആംബുലൻസ് അടക്കമുള്ള കാര്യങ്ങൾ സജ്ജമാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സായ്കുമാർ, ഒരു ആംബുലൻസ് ഇപ്പോൾ ബേപ്പൂർ തുറമുഖത്തിലേക്ക് 108 ആംബുലൻസ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ബേപ്പൂരിലേക്കാണ് ഈ പരിക്കേറ്റവരെ കൊണ്ടുവരുന്നതെങ്കിൽ ചികിത്സ നൽകുന്നതിനായി ആശുപത്രിയെ കപ്പൽ കമ്പനി ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ്. ഇനി പൊള്ളലേറ്റവരുടെ സ്ഥിതി എങ്ങനെയുണ്ട് എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. 18 തൊഴിലാളികൾ തീ പടർന്നപ്പോൾ കടലിലേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. ഡോർണിയർ വിമാനങ്ങളിൽ നിന്നുള്ള ലൈഫ് റാഫ്റ്റുകളിൽ അവരെ കയറ്റുന്നതാണ് ആദ്യഘട്ടത്തിൽ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ മാർവൽ 1 എന്ന കപ്പലിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. എവിടേക്കാണ്, ഏത് തുറമുഖത്തേക്കാണ് ഈ കപ്പലിൽ ഇവരെ കൊണ്ടുവരിക, ചികിത്സ നൽകുന്നതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമുക്കിനി ലഭിക്കേണ്ടത്. കപ്പൽ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരം അത് ആശങ്കപ്പെടുത്തുന്നതാണ്. കപ്പലിലുള്ള കണ്ടെയ്നറുകളിൽ തീ പടരുന്ന കണ്ടെയ്നറുകൾ കടലിലേക്ക് തെറിച്ചു വീണിട്ടുണ്ട് എന്നതും ആശങ്കയാണ്. ടി വി പ്രസാദ്, ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? നിലവിലുള്ള സാഹചര്യത്തിൽ കേരളത്തിൻ്റെ തീരത്ത് ആഘാതമുണ്ടാകാനുള്ള സാധ്യത ആരും പങ്കുവച്ചിട്ടില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിലവിലും പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും മുന്നറിയിപ്പ് കിട്ടിയാൽ അത് ജനങ്ങളെ അറിയിക്കാം എന്നുള്ളതാണ് അല്പസമയം മുമ്പ് വരെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നുള്ള അറിയിപ്പ്. നേരത്തെ കപ്പൽ മുങ്ങിയ സമയത്താണെങ്കിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം കേരളത്തിൻ്റെ തീരത്ത്, പ്രത്യേകിച്ച് കൊച്ചി, കൊല്ലം, തിരുവനന്തപുരത്തെ തീരദേശ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്കും നാട്ടുകാർക്കും നൽകിയിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ വിശദീകരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് അല്പസമയം മുമ്പ് മാധ്യമങ്ങൾക്കായി പങ്കുവച്ച സന്ദേശത്തിൽ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കേരള തീരത്തിന് നിലവിലെ സാഹചര്യത്തിൽ ആശങ്കയില്ല എന്ന വിശദീകരണമാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. പക്ഷേ ഇതിലുള്ള വസ്തുക്കൾ അത്രയേറെ അപകടകരമാണ്
എന്ന വിവരങ്ങൾ എന്തായാലും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ തീരത്തെ ബാധിക്കില്ല എന്നുള്ളത് ഇനിയിപ്പോൾ വരും മണിക്കൂറിനുള്ളിൽ മാത്രമേ അറിയാൻ കഴിയൂ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു കാര്യം പ്രസാദ്, ഒറ്റ കാര്യം കൂടി, അതായത് കപ്പലിൽ നിന്ന് ഇപ്പോൾ രക്ഷാദൌത്യത്തിന് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ICGS, രാജദൂത്, അർണവേഷ് അടക്കമുള്ള കപ്പലുകൾ എത്തിയിരിക്കുന്നു. രക്ഷാദൌത്യത്തിനാണ് പ്രഥമ പരിഗണന എന്ന് കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നുണ്ട്. 5 കപ്പലുകൾ അതിനായി വിന്യസിച്ചിരിക്കുകയാണ്. 4 ജീവനക്കാർ എവിടെയാണ് എന്ന് സംബന്ധിച്ച വിവരമില്ല. കാരണം അവരാണ് ആദ്യം ഈ തീ പടർന്ന വേളയിൽ കണ്ടെയ്നറുകൾക്ക് അടുത്തേക്ക് പോയത് അവരാണ്. അപ്പോൾ കണ്ടെയ്നറുകൾ കടലിൽ തെറിച്ചു വീണതിനൊപ്പം അവരും വീണിട്ടുണ്ടോ എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ തീ അണയ്ക്കാൻ എത്തിയതിനു ശേഷമുള്ള വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമാകുന്നുണ്ടോ പ്രസാദ്? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല സുജിയ. കൃത്യമായ അപ്ഡേഷൻ ഇപ്പോൾ നിലവിൽ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും തീ അണക്കാനുള്ള വലിയ ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും തീ പൂർണ്ണമായി അണഞ്ഞു എന്ന വിവരവും ഇതുവരെയും ലഭ്യമായിട്ടില്ല. പരിക്കേറ്റവരെ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചികിത്സ കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കേരളത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് കപ്പൽ ദുരന്തമുണ്ടായി എന്ന വിവരം കിട്ടിയ ഉടനെ തന്നെ മുഖ്യമന്ത്രി കോഴിക്കോട്, കണ്ണൂർ ജില്ലാ കളക്ടർമാർക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാവിധത്തിലുള്ള മുൻകരുതലും ഇവിടെ എടുത്തിട്ടുമുണ്ടായിരുന്നു. പരിക്കേറ്റവരെ കരയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് എത്രയും പെട്ടെന്ന് മികച്ച ചികിത്സ നൽകാനുള്ള എല്ലാ സംവിധാനങ്ങളും അത് തയ്യാറായി കഴിഞ്ഞിട്ടുമുണ്ട്. മറ്റു തരത്തിൽ ആശ്വാസമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീരത്ത് ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതാണ് നിലവിലെ ഒരു സാഹചര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ജനങ്ങളെ അറിയിക്കുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി പറയുകയാണ്. നേരത്തെ സുജയ പറഞ്ഞതുപോലെ 4 പേരുടെ കാര്യത്തിൽ ഇപ്പോൾ ആശങ്ക നിൽക്കുന്നുണ്ട്. കാരണം ആ കപ്പലിലുള്ള വസ്തുക്കൾ അത്രമേൽ അപകടകരമാണ് എന്നതിന്റെ പട്ടികയാണ് നമ്മൾ പുറത്തുവിട്ടത്. ആകെയുള്ള പട്ടികയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരണം. ഡൈമീഥൈൽ സൾഫേറ്റും മീഥൈൽ ക്ലോറോഫോർമേറ്റും ഡൈക്ലോറോ മീഥൈലും അടക്കമുള്ള വസ്തുക്കൾ, അത് പല രാജ്യങ്ങളും നിരോധിച്ച വിഷപദാർത്ഥങ്ങൾ അടക്കം ഈ കണ്ടെയ്നറുകളിൽ ഉണ്ട്. കടലിലേക്ക് തെറിച്ചു വീണ കണ്ടെയ്നറുകളിൽ കടൽ ജലവുമായി സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്ന വസ്തുക്കൾ ഉണ്ട് എന്നതും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്.